ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി, ഹീറോൻ്റെ ഗ്ലാമറാണ്. അതിൻ്റെ എൻജിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ഓയിൽ ഫിൽറ്റർ ക്ലീനിങ്ങിന് വേണ്ടി വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ട പീരീഡൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എൻജിൻ വർക്ക് കഴിഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് മെയിൻ്റനൻസ് ടിപ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് എൻജിൻ മാക്സിമം ലൈഫ് കിട്ടുള്ളൂ. നമുക്ക് അതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് വാറണ്ടി സംബന്ധമായിട്ടൊരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്ക് തരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഒരുപാട് ലേറ്റായിട്ടാണ് വണ്ടി വർക്കിന് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്ററാണ് നമ്മൾ നോക്കണേ. ഓയിൽ ഫിൽറ്റർ നോക്കുമ്പോൾ അത് 100% ബ്ലോക്കാണ്. കാരണം ഇത് ഓൾറെഡി ഓയിൽ ബ്ലോക്ക് വരുമെന്ന് 100% നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ വന്ന് നമ്മളത് കറക്റ്റായിട്ട് ചെയ്യണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വണ്ടി ചെയ്തു പോയിട്ട് ഏകദേശം ഒരു 4 മാസത്തോളം 3-4 മാസം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എൻജിൻ വർക്ക് കഴിഞ്ഞാൽ ഏതൊരു വണ്ടിയായാലും അതിൻ്റെ സ്ക്രീൻ ഫിൽറ്റർ ഉള്ള മോഡൽ വണ്ടിയാണെങ്കിൽ ആ വണ്ടിയുടെ ഫിൽറ്ററിനകത്ത്, സ്ക്രീൻ ഫിൽറ്ററിനകത്ത് ഉറപ്പായിട്ടും അഴുക്കുകൾ വരും. അതടിയും. അത് ഓയിൽ പമ്പിങ്ങിന് ഒരുപാട് ദോഷകരമാണ്. കാരണം ഞാൻ ഓയിൽ പമ്പ് ചെയ്യില്ല. ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം, ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ പമ്പിങ് ഫ്ലോ വളരെ ലോ ആയിട്ടായിരിക്കും നടന്നിട്ടുണ്ടാവും. ഓയിൽ പമ്പിങ് കുറഞ്ഞ് നടക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ എഞ്ചിന് തേയ്മാനം കൂടുതലായിരിക്കും. പല സ്ഥലങ്ങളിൽ ഓയിൽ കറക്റ്റ് സർക്കുലേറ്റ് കറക്റ്റ് ടൈമിങ്ങിൽ എത്താത്ത സിറ്റുവേഷൻ വരും. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പല കംപ്ലയിൻസുകളും ജനറേറ്റ് ചെയ്യും. അത് അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇന്ന പീരീഡിൽ ഇന്ന സമയത്ത് ഈ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ. ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്ന പീരീഡൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ചെയ്തു പോയത്. ഈ ഓയിൽ ഫിൽറ്റർ ഇത്രയും ബ്ലോക്കായിട്ട് കിടന്നോടി സ്വാഭാവികമായിട്ടും ഉറപ്പായിട്ടും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസുകൾ ഓൾറെഡി വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പുതിയതായിട്ട് എഞ്ചിൻ പണിതാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ പോലും വാറണ്ടി കിട്ടും. പിന്നെ എന്ന് വെച്ചാൽ അതേപോലെ തന്നെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഈ റോട്ടർ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട്. അതായത് നമുക്ക് ഈ ഓയിലിനകത്ത് നിന്ന് പമ്പ് ചെയ്ത് വന്ന ഓയിലിന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്നും കൂടി ഒരു ഫിൽറ്ററിങ് റൊട്ടേറ്റ് ചെയ്തിട്ട് അത് ഫിൽറ്ററിങ് കൂടി നടത്തിയതിന് ശേഷമാണ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ അവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് കയറുന്നുണ്ട്. കൂട്ടത്തിലുള്ള ഓയിൽ കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് കറക്റ്റ് നമ്മൾ അതിൻ്റെ സർവീസ് പീരീഡ് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇതിപ്പോൾ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വാറണ്ടി ക്ലെയിം വന്നാൽ പോലും നമുക്ക് തരാൻ നിർവാഹമില്ലാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ ബ്രീത്തർ പൈപ്പ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വരുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടത്തികൾ നമ്മളത് മാറ്റി വിടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം മൈനർ ചെക്കപ്പും കാര്യങ്ങളും മാത്രമാണ്. ജനറലായിട്ട് സർവീസ് പറഞ്ഞിട്ടില്ല. എൻജിൻ വർക്കിനുമായി കഴിഞ്ഞതിന് ശേഷം അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആ വർക്ക് മാത്രമാണ് നമ്മളിതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് അഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള ഈ ഗ്യാസ്കറ്റ് നമുക്കിത് ചേഞ്ച് ചെയ്തണം. ഇത് പേപ്പർ ഗ്യാസ്കറ്റാണ്. ഒരു പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ ക്ലച്ച് ക്യാമിൻ്റെ ഇവിടുത്തെ സ്പ്രിങ്ങും പൊട്ടി കിടക്കുന്നുണ്ട്. അതുകൂടി നമ്മളൊന്ന് മാറ്റിയിടുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറണം, ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഓറിങ്, ഇത്രയായിട്ടാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മാറ്റിയിട്ട് വേണം പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എഞ്ചിൻ വർക്ക് കഴിഞ്ഞേക്കണ വണ്ടികൾ ഏതൊക്കെ പീരീഡിൽ ഏതൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തേക്കാം. അതും കൂടി കൃത്യമായിട്ട് നോക്കാം. അത് നമ്മൾ കണക്കാക്കി ചെയ്തു പോവുകയാണെങ്കിൽ മാത്രമാണ് വണ്ടിക്ക് എഞ്ചിൻ ലൈഫ് മാക്സിമം കിട്ടുള്ളൂ. കൃത്യസമയങ്ങളിൽ ഓയിൽ മാറ്റാം, കറക്റ്റ് സമയത്ത് സർവീസ് കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വണ്ടി കംപ്ലയിൻറ്റ് വരും. അതിൽ നമ്മൾ സ്വാഭാവികമായിട്ടും കംപ്ലയിൻറ്റ് വരും. അത് ഉറപ്പായിട്ടുള്ള കേസാണ്. കുറച്ച് താമസിച്ചിട്ടായാലും കംപ്ലയിൻറ്റ് വരും. അതില്ലാതിരിക്കാനായിട്ട് കൃത്യമായിട്ട് നമ്മളിങ്ങനെ ഇൻഫർമേഷൻ പറഞ്ഞേക്കണം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് തന്നെയാണ് വണ്ടിക്ക് എഞ്ചിൻ ലൈഫ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ടെക്നീഷ്യനെ കുറ്റം പറഞ്ഞിട്ടോ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെ പാലിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടു.